ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിജയ് വെബ്സ്. ഇപ്പം നമ്മളുണ്ടല്ലോ 19ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഡാം കാണാനായിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാലക്കാടുള്ള പോത്തുണ്ടി ഡാം കാണാനായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് കയറാനായിട്ട് ഒരാൾക്ക് 20 രൂപ ടിക്കറ്റാണുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അവിടെ നമ്മുടെ നെല്ലിയാമ്പതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടി കാണിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും അതേപോലെ തിരിച്ചുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞത് നമ്മളിനി പോത്തുണ്ടി ഡാമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ ഒരു കയറാൻ നിൽക്കുന്നില്ല കേട്ടോ. കാരണം പോകുമ്പോൾ കയറണക്കാട്ട് നല്ലത് അവിടെ പോയി കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ കയറുകയാണ് നല്ലത്. ഉച്ചയാണ്, അത്യാവശ്യം വെയിലുണ്ട്, എന്നാലും കുറേയൊക്കെ മേഘങ്ങളും മറിച്ചിട്ടുണ്ട്. കുറച്ച് മേലേക്ക് അങ്ങോട്ട് കയറാനുണ്ട് കേട്ടോ. അവരൊക്കെ കയറുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട്. മേലെ നിന്നുള്ള കാഴ്ച പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ബാക്കിൽ നെല്ലിയാമ്പതി മലനിരകളൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ ഡാമിൻ്റെ അറ്റം മുതൽ ഈ അറ്റം വരെ നടക്കാൻ ചെറിയ എനിക്ക് തോന്നുന്നുണ്ട് 2 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട്. ഉച്ച സമയത്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സാഹസത്തിന് നിൽക്കണില്ല. പെട്ടെന്ന് കുറച്ച് നേരം ഇവിടെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ നേരെ ഗാർഡനിലേക്ക് പോകാനുള്ളൊരു പ്ലാനിനാണ് നിൽക്കുന്നത്. നമ്മൾ നെല്ലിയാമ്പതിയിൽ കയറിയപ്പോൾ നമുക്ക് അത്ര ചൂട് തോന്നിയില്ലായിരുന്നില്ല. പക്ഷേ എന്നാൽ നമ്മൾ താഴേക്ക് വന്നപ്പോൾ നല്ല പാലക്കാടൻ ചൂട് നല്ല നൈസായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ താഴേക്ക് പോവാണ്. ഡാമിൻ്റെ മേലെ നിന്ന് ഇറങ്ങി വന്നവർക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒരു ഐസൊക്കെ കഴിച്ച് ഇനി ഗാർഡനിലേക്ക് കാണാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഗാർഡൻ അത്യാവശ്യം നീളമുണ്ട്, അങ്ങോട്ട് നടക്കാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നടന്നിട്ട് കാണാൻ പോവാണ് കേട്ടോ. ഒരു വരി കൂടെ അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ പോയിട്ട് അങ്ങനെ ചുറ്റിക്കറങ്ങി കാണാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഡാമിൻ്റെ അവിടേക്ക് കയറിപ്പോയിട്ട് അത്യാവശ്യം നല്ല വെയിലായിരുന്നു. അപ്പോൾ മുഖം എങ്ങനെയും കഴുകണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് അവിടെ പൈപ്പ് ഒരെണ്ണം ചെറുതായിട്ട് പൊട്ടിയിട്ട് കണ്ടത്. പൈപ്പ് ഇങ്ങനെ മുഖം ഇങ്ങനെ നീട്ടി പിടിച്ച് അങ്ങനെ മുഖമൊക്കെ കഴുകി. ഇപ്പോഴാണ് നല്ല സുഖമായത്. നാട്ടിലെ ഏതോ സ്കൂളിൽ നിന്ന് കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ ഡാം കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവർ വരിയായിട്ട് കയറി പോണതും കണ്ടിട്ട് നമ്മളങ്ങനെ ഗാർഡനും കൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ചെണ്ടുമല്ലിയുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് വിരിഞ്ഞ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നടന്നു വന്നപ്പോഴേ ഒരു അടിപൊളി കാഴ്ച ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതുവരെ ആരും ഇത്രയും മനോഹരമായൊരു മുളങ്കൂട്ടത്തെ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ഓരോ മുളയ്ക്കും ഓരോ പേരുകളാണുള്ളത്. ഒന്നിലധികം പേരുകളുള്ള മുളയും മുളങ്കൂട്ടങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ കണ്ടു വന്നപ്പോഴാണ് നമ്മുടെ കൂടെയുള്ളവർ ഉരുസി കളിക്കണം പറഞ്ഞിട്ട് ചാടി കയറിയിരിക്കുന്നത്. പാർക്കിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കൊച്ചുകുട്ടി മൈൻഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ അതും ആസ്വദിച്ചിട്ട് അവിടെ നിന്നു. അങ്ങനെ കൂടെ വന്ന കുറച്ച് പേര് മാത്രമേ ഉരുസിയുള്ളൂ. ബാക്കിയുള്ളവരങ്ങനെ മാറി ക്ഷീണിച്ച് മരത്തണലൊക്കെ റെസ്റ്റ് ചെയ്തു. അപ്പോൾ രസകരമായിട്ടുള്ളൊരു അനുഭവമായിട്ട് അത്. അപ്പോൾ അതും കണ്ടു കഴിഞ്ഞപ്പോൾ ദേ ഒരു മാതളം നിൽക്കും. അപ്പോൾ അതും കണ്ടിട്ട് ഇനിയിപ്പോൾ ഞാനും കുറച്ച് നേരം ഒന്ന് കൊച്ചുകുട്ടി ആവട്ടെ. കുറച്ചേരത്തെ തുള്ളിക്കളിക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഇനി അവിടെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗാർഡൻ്റെ അല്ലെങ്കിൽ ഈ പാർക്കിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ ഓടിച്ചിട്ട് തല്ലുന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അതേ തൊട്ടപ്പുറത്ത് ഒരു ഓപ്പൺ ജിമ്മുണ്ട്, അത് കാണണം. കാരണം നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ പാർക്കിലൂടെ നടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ നേരെ കാണുന്നുണ്ടല്ലോ അവിടെ ഒരു ടെൻറ്റ് പോലെ, ആ സംഭവം നമ്മുടെ സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനൊക്കെ ഉള്ള പരിപാടിയാണ്. അങ്ങോട്ട് എന്തായാലും ഇപ്പോൾ പോകുന്നില്ല. ഈ ഓപ്പൺ ജിമ്മും കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇപ്പോൾ ഈ പാർക്കിലേക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം പറഞ്ഞാൽ ഈവനിങ് ആണ് കേട്ടോ. അത്യാവശ്യം ഈവനിങ് വന്നാൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ. നമ്മൾ നേരത്തെ കയറിപ്പോണ കണ്ട സ്കൂൾ പിള്ളേരാണ് മേലെ കൂടെ വരിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഗാർഡനിൽ അധികം സമയം ചിലവഴിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ കൊല്ലംകോടൊക്കെ പോകണം. ഇപ്പോൾ തന്നെ സമയം 3 മണി കഴിഞ്ഞു. അപ്പോൾ ഈ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ചൂടം പാലക്കാട് ജില്ലയിലെ തന്നെ കൃഷി അതേപോലെ കുടിവെള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പാലക്കാട് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ഇവിടുത്തെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പൂക്കളും വീണ് കിടക്കുന്ന വഴികളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. കാരണം ഇപ്പോൾ 3:30 സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം വിശപ്പായിട്ടുണ്ട്. അപ്പോൾ വിരുന്ന് വന്നിട്ട് മുത്തശ്ശനും യാത്രയാക്കണ പോലെ ഇവിടുന്ന് നമുക്ക് യാത്രയാക്കാൻ അവിടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഇനി കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമ്മളിനി
പോണ വഴിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്നത്. എല്ലാവരും പാലക്കാടൻ ചൂടത്ത് ഒന്ന് തളർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ പോത്തുണ്ടി ഡാമിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ചെറുതായിട്ടൊന്ന് തളർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ തരക്കേടില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത് കൊല്ലങ്കോട് വില്ലേജ് ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ കൊല്ലങ്കോട് വില്ലേജിലേക്കുള്ളത്. അപ്പോൾ അവിടെ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങോട്ട് പോകുന്ന വഴിയിലാണെങ്കിലും അവിടെയാണെങ്കിലും കാണാനുള്ളത്. അപ്പോൾ നമ്മളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മളിതേ കൊല്ലങ്കോട് വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളും ആയിട്ട് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാറുകളൊക്കെ നിരത്തിയിട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എന്തോ സംഭവം കാണാനുണ്ടെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇതാണ് നമ്മുടെ വൈറലായ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ആ പഴമയുടെ ആ ഓലപ്പുര ഒക്കെ ആയിട്ടുള്ള ചായക്കട എന്താ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ഇപ്പോൾ ഞങ്ങൾ പോണത് ചിങ്ങഞ്ചിറ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് പോണത്. നമ്മൾ ഏറെക്കുറെ ചിങ്ങഞ്ചിറ അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ചിങ്ങഞ്ചിറ എന്ന അതിമനോഹരമായിട്ടുള്ള ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു പ്രകൃതി ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, നിറയെ ആലുകളും അതേപോലെ അതിൽ കൂടെയുള്ള വീരവള്ളിയോ അങ്ങനെയൊക്കെ തൂങ്ങി കണ്ടിട്ടുള്ള നല്ല അടിപൊളി കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. അവിടെ തിരക്ക് കുറച്ച് കുറവുണ്ട്. ഞങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ വന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അവധി ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നല്ല കിടിലം കാഴ്ചയുണ്ട് ഗൈസ് ഇവിടെ കാണാനായിട്ടുള്ളത്. കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയെന്ന് അറിയാം. നല്ല ശുദ്ധവായുക്ക് ശ്വസിച്ച് ഇതിൽ കൂടെ നടക്കാട്ടോ. ഇപ്പോൾ ഈ കാണുന്ന അടുപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടോ, ഇത് ഇവിടെ ഒരു വഴിപാടൊക്കെ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാതിപതഭേദമന്യേ ആർക്കും വന്നിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ പൂജാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടിൻ്റെ രസീറ്റോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ ചോര അതേപോലെ കോഴിത്തലയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നല്ല ഈ ആൽമരങ്ങളാണെങ്കിലും ഈ വള്ളിപ്പടർപ്പ് പോലെ പടർന്ന് കിടക്കുന്ന വേരുകളാണെങ്കിലും ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഏകദേശം 3500 വർഷത്തോളം പഴക്കമുണ്ട് ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നൊക്കെയാണ് പറയണത്. കറുപ്പസ്വാമിയുടെ വിഗ്രഹമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട ബലിക്കല്ലും ആ ചോരയും കോഴിത്തലൊക്കെ എന്താ സംഭവം എന്ന് അറിയോ. അപ്പോൾ ഇവിടെ നമുക്ക് വീട് വെക്കണമെങ്കിൽ വീടിൻ്റെ രൂപം അല്ലെങ്കിൽ കല്യാണം നടക്കുന്ന താലി അങ്ങനത്തെ ഓരോ ആചാരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്നിട്ട് കെട്ടിയിട്ട് അത് നടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കോഴീനെ ആടിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് ആ നേരത്തെ കണ്ട ബലിക്കല്ലിൽ വെച്ച് അറുത്തിട്ട് ഇവിടെ തന്നെ കറി വെച്ചിട്ട് ഇവിടുത്തെ ഭഗവാനെ നേദിച്ചിട്ട് ബാക്കി വന്നവരെല്ലാവരും കഴിക്കുക എന്നുള്ളൊരു ഐതിഹ്യം അല്ലെങ്കിൽ ആചാരം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടതാണ് നേരത്തെ നമ്മൾ കണ്ട സംഭവം. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ. നല്ല ഒരു ശാന്തത തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ കൊല്ലങ്കോട് പാടശേഖരം നമ്മുടെ ആ ഒരു അടിപൊളി സ്ഥലമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടാണ് കേട്ടോ ഇനി നമ്മുടെ യാത്ര. അപ്പോൾ ഞാൻ വരുമ്പോൾ പറഞ്ഞ പോലെ ഇനി ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായയും കുടിച്ചിട്ടാവട്ടോ യാത്ര. അങ്ങനെ നമ്മുടെ ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ആ ഓലമേഞ്ഞ ചായക്കടയ്ക്കകത്ത് കയറി ഇവിടെ ചെല്ലഞ്ചേട്ടൻ്റെ ചായ അടിയോടടിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപ്പാടിയും ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ കൊല്ലങ്കോട് വന്ന് ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായ കുടിച്ചു. ചായ അടിപൊളിയാണ്, പക്ഷേ പരിപ്പാട് ഇന്നത്തെ നല്ല ടൈറ്റായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ചെല്ലഞ്ചേട്ടൻ്റെ കടയുടെ സൈഡിൽ കൂടെ ഉണ്ടോ നമുക്ക് പോകേണ്ട രണ്ട് വഴികളും.
ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രമാണെങ്കിലും അതുപോലെ പെരിങ്ങോട്ടുശ്ശേരി കളമാണെങ്കിലും. അപ്പോൾ നമ്മൾ പോകുന്നത് പെരിങ്ങോട്ടുശ്ശേരി കളം കാണാനാണ് കേട്ടോ. പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് പോണ വഴിയിൽ തന്നെ കണ്ടില്ലേ അടിപൊളിയായിട്ട് എന്താ പറയുക കണ്ണം ചെപ്പിക്കുന്ന ഒരു പച്ച കളറിൽ നമ്മുടെ നെൽപ്പാടം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മളത് പെരിങ്ങോട്ടുശ്ശേരി കളം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞങ്ങളിത് പെരിങ്ങോട്ടുശ്ശേരി കളം എത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാനായിട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ബാക്കിൽ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾക്ക് തൊട്ട് താഴെയായിട്ട് പെരിങ്ങോട്ടുശ്ശേരി കളം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറേ ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് കയറി നോക്കിയിട്ടറിയാം. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവിടുന്ന് കാണാനുള്ളത്. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ മാങ്ങ അല്ലെങ്കിൽ മാവും തോട്ടമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. നല്ല അടിപൊളി കാഴ്ചയാണ്. അല്ല ഈ കൂട്ടിയിട്ടത് എന്താണെന്നുള്ളൊരു സംശയം ഇപ്പോൾ മേലേക്ക് കയറി വന്നപ്പോൾ മാറി. കാരണം നെല്ല് ഇവിടെ കണ്ടില്ലേ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ആ നെല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കളം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പല ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും. ഈ പെരിങ്ങോട്ടുശ്ശേരി കളം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് എന്താണ് സംഭവം എന്ന് പല ആൾക്കാർക്കൊരു സംശയം ഉണ്ടായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാലക്കാട് കൂടുതലും നെൽകൃഷിയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ ഈ നെല്ലൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു കളപ്പുരയായിട്ട് ഈ പണിതാണ് ഈ കളം എന്ന് പറയുന്ന ഈ സംഭവം. ഈ പാലക്കാട് തന്നെ ഒരുപാട് കളങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ പെരിങ്ങോട്ടുശ്ശേരി കളം. ഏകദേശം 140ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് കേട്ടോ ഈ പറയുന്നത് ഈ കളപ്പുരയ്ക്ക്. അപ്പോൾ നമ്മളിതേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അവിടെയൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ ചെറിയൊരു ഇടനാഴിയോ അങ്ങനെയൊക്കെ പറയില്ലേ അല്ലേ നെല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത്, അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അല്ലേ പണ്ടത്തെ ആ ഒരു വാതിൽ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നുണ്ടോ ഇവിടെ ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ സദ്യ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ചായ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് ആണ് ഇനിയിപ്പോൾ ഞങ്ങൾ നമ്മുടെ താമരപ്പാടം കാണാൻ പോകുന്നുണ്ട്. ഗായ്സ് ഈ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന കാഴ്ചയാണ് കാഴ്ച. അങ്ങനെ ഞങ്ങൾ താമരപ്പാടത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ താമരപ്പാടം എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു താമരകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാടത്തിന് അവർ പേരിട്ടിരിക്കുന്നതാണ് താമരപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള 10 സ്ഥലങ്ങളിൽ ഒന്നിൽ ഇടം പിടിച്ചപ്പോഴാണ് ഈ സ്ഥലം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് എത്താൻ തുടങ്ങിയതും. അത്ര അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നല്ല അടിപൊളി കാഴ്ചയുണ്ട് ഇവിടെ. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. നെല്ലൊക്കെ കളപ്പുരയിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കാം. കണ്ടിരുന്നു നെല്ലിയാമ്പതി മലയും അതേപോലെ പാടവും. ഞങ്ങൾ വന്നത് തന്നെ ഒരു ഈവനിങ് സമയമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഇവിടെ കാണാനുണ്ട്. നല്ലൊരു ശാന്തതയും ഭംഗിയും പിന്നെ കൂടുതൽ ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ അതിസുന്ദരിയായ താമരപ്പാടത്തിൻ്റെ നടുവിലൂടെ ഞാനൊന്നിങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഇതിനടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വഴിക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ച നല്ലപോലെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ തോന്നുന്നില്ല, അത്ര അടിപൊളി കാഴ്ചയാണ്. അതുപോലെ നല്ല അടിപൊളി കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകണം. ഇപ്പോൾ ഇവിടേക്ക് വരുന്നവരെ ശ്രദ്ധയ്ക്ക് പറയുകയാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ ചെറിയ വണ്ടികളിൽ വരാൻ നോക്കുക. ചെറിയ റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ എന്തായാലും നിങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് പോകാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങനെ താമരപ്പാടത്ത് നിന്ന് ഈ പ്രകൃതി സൗന്ദര്യത്തിൽ നിന്ന് ഞങ്ങളങ്ങനെ വിട്ട് ഞങ്ങൾ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് കുടിലിടം പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തായാലും ഇനിയിപ്പോൾ കയറാനുള്ള സമയമില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷ്ണു രാധാകൃഷ്ണൻ, വിജയ് വൈബ്സ്.